നമ്മൾ വലിയ പെരുന്നാളിന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ബുർജ് ഖലീഫ കാണാനായിട്ട് വന്നതായിരുന്നു. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായിട്ടുണ്ട്. ഞാൻ വന്ന ടൈമിലൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോലും പ്ലേസ് ഇല്ലാത്ത അത്രയും തിരക്കുണ്ടായിരുന്നു. ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കാണാനായിട്ടായിരുന്നു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ ഫ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് 10 മിനിറ്റ് കൂടുമ്പോൾ ഇടവിട്ടിട്ട് ആ ഒരു സംഭവമുണ്ട്. ഇവിടെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ബുർജ് ഖലീഫയുടെ ആ ഒരു ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളും. അതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് നമുക്ക് 250 അങ്ങനെ എന്തോ റേറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിൽ പോയിട്ട് നമുക്ക് കയറാൻ പറ്റും, പക്ഷേ നമ്മളതൊന്നും കയറിയിട്ടില്ല. നല്ല പൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ വന്നിട്ടുണ്ട്, ഉമ്മക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പോയതായിരുന്നു. നമ്മൾ മെട്രോക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ റാഷിഡിയിൽ നിന്ന് കറക്റ്റ് നേരിട്ട് മെട്രോ ഉണ്ട് ബുർജ് ഖലീഫയുടെ അവർക്ക്. അപ്പം അത്രയും ഒരു 12-14 സ്റ്റോപ്പുകളും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ മെട്രോ ഇറങ്ങി ദുബായ് മാളിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 30 മിനിറ്റോളം നടക്കാനായിട്ടുണ്ട്. അതിനുള്ളിൽ നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബുർജ് ഖലീഫയുടെ ആ ഒരു ഫ്രണ്ടിലോട്ട് എത്തുന്നത്. ഒത്തിരി നടക്കാനുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്കങ്ങനെ ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല, കാരണം മോളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ചൂടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഒരു ജൂൺ സമയം ആയതുകൊണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളുണ്ട്, പക്ഷേ മോളിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ചൂടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഈ ഒരു പെരുന്നാൾ സമയത്തും അതേപോലെ നമ്മുടെ ന്യൂ ഇയർ സമയത്തൊക്കെ ഈ ഒരു ബുർജ് ഖലീഫ കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേക എന്താ പറയുക ഒക്കേഷനിൽ നിങ്ങളിവിടെ നിന്ന് ഈ ഒരു ബുർജ് ഖലീഫയുടെ അവിടെ നിന്ന് വന്ന് നോക്കുക. ദുബായിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഉമ്മാക്കും ഒത്തിരി ഇഷ്ടമായിട്ടാണ്. പിന്നെ തിക്കും തിരക്കായതുകൊണ്ട് അവിടെ ഒരുപാട് മറ്റേ ആളുകൾ നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് നീങ്ങി, അതായത് ഒരുപാട് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആളുകൾ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 10 മിനിറ്റ് ഇടവിട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫയർ വർക്കും കാര്യങ്ങളും വാട്ടർ ഫ്ലോ കാര്യങ്ങളൊക്കെ, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളുകളെ പറഞ്ഞു വിട്ടിട്ടാണ് നെക്സ്റ്റ് ഉണ്ടാകുന്നത്. എന്തായാലും കാണാൻ പൊളി വൈബാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കുക. അതായത് ഇവിടെ ദുബായിൽ വരുന്നവർ ഒന്ന് പോയി നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട്. ഞാനിതിന് ഫുൾ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ. മൊബൈൽ വേണ്ട. അവിടെ സൈഡിലേക്കൊക്കെ പോയിട്ട്